1950 ശബരിമല തിരിയപ്പ്, ആന്ധ്ര അരി കുംഭകോണം തുടങ്ങി 2025 സ്വർണം വരെ, ശബരിമല സ്വർണ്ണപ്പാളി വരെ എത്തി നിൽക്കുമ്പോൾ എത്രയോ കേസുകളാണ് കേരളത്തിൽ ഹയർ തലത്തിലേക്ക് പോകുമ്പോൾ സെറ്റാക്കും. നമ്മൾ കളിയിൽ കൊതി വിടുക എന്ന് പറയും. കളിച്ചോണ്ട് നിൽക്കും, കളിയിൽ ഒരാൾ തോക്കുമെന്ന് തോന്നും, അപ്പൊ അടുത്ത ആൾ എന്ത് ചെയ്യും, അലുമ്പാക്കും. അപ്പോൾ കളിയിൽ കൊതി വിട്ടു എന്ന് പറയും നമ്മൾ കുട്ടികൾ. എന്നിട്ട് സെറ്റാക്കും, കുറെ തല്ലുമ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെറ്റാക്കും. അതുപോലെയാണ് ഇപ്പൊ കോടതി ഒരു വശത്ത്, SIT വേറെ വശത്ത്, മാധ്യമങ്ങൾ മറ്റൊരു വശത്ത്, സർക്കാർ ഒരു വശത്ത്, പ്രതിപക്ഷം ഒരു വശത്ത്, BJP, അങ്ങനെ പല സെറ്റായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിയിൽ ഇപ്പൊ കൊതി വിട്ടിരിക്കുകയാണ്, പല ആളുകളും കൊതിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി തല്ലാണ്. തല്ല് കഴിയുമ്പോൾ നമ്മൾ സെറ്റാവും. ഈ കേരളത്തിൽ നടന്ന ഒരു ഉന്നതതല അഴിമതിയാകട്ടെ, കൊള്ളയാവട്ടെ, കള്ളത്തരമാവട്ടെ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സെറ്റാക്കും. കാരണം സെറ്റാക്കേണ്ട കാര്യം എന്താണ്, ഒന്നുകിൽ ഇപ്പോഴാണ് BJP വന്നതല്ലേ, നേരത്തെയാണ് കോൺഗ്രസും CPM ആണ് ഉള്ളത്. CPM കാരെ പിടിച്ചാൽ കോൺഗ്രസ്സുകാരായിട്ട് ബന്ധം കാണും, കോൺഗ്രസ്സുകാരെ പിടിച്ചാൽ CPM ആയിട്ട് ബന്ധം കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റാക്കും, കോംപ്രമൈസ് ചെയ്യും. ശബരിമല കേസും ഒരു വലിയ കോംപ്രമൈസിലേക്ക് പോവുകയാണോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചിത്രങ്ങൾ വെച്ചാണ് വലതുപക്ഷം, അതായത് ഐക്യജനാധിപത്യ മുന്നണി, ഷിബു ബേബി ജോൺ അടക്കമുള്ള ആളുകൾ വിലപേശുന്നത്. ഇപ്പുറത്തെ സോണിയാഗാന്ധി, തലതൊട്ടപ്പയായ സോണിയാഗാന്ധി, കോൺഗ്രസിന്റെ തലതൊട്ടപ്പയായ കോൺഗ്രസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടെ ചിത്രം വെച്ചാണ്, സോണിയാഗാന്ധിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെ ഒക്കെ ചിത്രം വെച്ചിട്ടാണ് പിണറായി വിജയനും സംഘവും CPMന്റെ ആളുകളും ഇങ്ങനെ തള്ളിമരിക്കുന്നത്. രണ്ടു കൂട്ടരും തള്ളുകയാണ്. രണ്ടു കൂട്ടരും അവരവർക്ക് പറ്റുന്ന ക്യാപ്സൂളുകൾ ഇറക്കുന്നു, സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആളുകൾ ഇപ്പൊ രണ്ട് ചേരിയായി കഴിഞ്ഞു. ഒന്ന്, സോണിയാഗാന്ധിയുടെ ചിത്രത്തിന് വരവേൽക്കുന്ന ഇടതുപക്ഷക്കാരും പിണറായി വിജയന്റെ ചിത്രത്തിന് വരവേൽക്കുന്ന വലതുപക്ഷക്കാരും. ഈ അടി നടക്കുന്നതിനിടയിൽ അയ്യപ്പന്റെ കേസ് മുങ്ങിപ്പോകുമോ? ഒരു കൃത്യമായി നമ്മുടെ ചെന്നൈയിൽ പോയി ഡി മണി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഡി മണി അല്ല, ഞാൻ MS മണിയാണ്, ഡി മണി വേറെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അതേ ഡി മണിയുടെ ചിത്രം തന്നെ രമേശ് ചെന്നിത്തല വാങ്ങി ചാനലിലൊക്കെ വന്നത് വ്യവസായിക്ക് അയച്ചു കൊടുത്തു. ഈ മൊഴി കൊടുത്ത വ്യവസായിക്ക് അയച്ചു കൊടുത്തു. പക്ഷെ വ്യവസായി പറയുന്നു, ആരാണോ രമേശ് ചെന്നിത്തല അയച്ചു കൊടുത്ത ചിത്രം ഏതാണോ അയാളെ തന്നെയാണ്, അദ്ദേഹത്തെ തന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഹോട്ടലിൽ വെച്ച് കണ്ടത്. ഉന്നതനും ഉണ്ടായിരുന്നു. അപ്പൊ ഉന്നതനാര്, കണ്ടതാര്, മണിയാര്, മണിയുടെ യഥാർത്ഥ പേരെന്ത്, ബാലമുരുകനാണെന്ന് പറയുന്നു, മുരളി മനോഹർ എന്ന് പറയുന്നു, പല പല പേരുകൾ, ബാലശങ്കർ എന്ന് പറയുന്നു, പല പേരുകൾ പറയുന്നുണ്ട്. ആരാണപ്പോൾ മണി? അദ്ദേഹം എന്താണ് കൊണ്ടുപോയത്? അപ്പൊ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ, ഇതിനിടയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറിഡിയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ലോഹമാണ്, സ്വർണത്തെക്കാൾ വില കിട്ടുന്നതാണ്, വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ, അത് വലിയ മൂല്യമുള്ളതാണ്. അപ്പൊ അത് ക്ഷേത്രങ്ങളിൽ സാധാരണ ഇറിഡിയം കൊണ്ടും ചില വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇറിഡിയത്തിന് വലിയ വിലയാണ്, അത് അമൂല്യമായ വില കിട്ടുന്നതാണ്. അതെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം ആരെയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു സ്വദേശി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സ്വർണം, ഒരു വശത്ത് ഇറിഡിയം, ഇതെല്ലാം കൂടി ജഗപുകയായിട്ടാണ് പോകുന്നത്. അതിനിടയിലാണ് ഈ വലിയ കേസുകളൊക്കെ ഒത്തീർപ്പാകുന്ന, സെറ്റാക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ അയ്യപ്പനെയും കൊണ്ട് അങ്ങനെ നീങ്ങുകയാണ്.